Alhamdulillah. Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമ്മളെ ജീവിതവുമായി നിരന്തരം സംവദിക്കുന്ന പ്രസക്തമായ ചില ഭാഗങ്ങൾ, നമ്മളെപ്പോഴും ഓർക്കേണ്ട ചില ഭാഗങ്ങളിൽ പെട്ടതാണ് സൂറത്ത് ആലു ഇമ്രാനിലെ 139 മുതൽ 148 വരെയുള്ള ആയത്തുകൾ. ആ ഭാഗം അവിടെ നമ്മൾ ഖുർആനിലൂടെ നമ്മളുടെ കണ്ണോടിക്കുമ്പോൾ, നമ്മളത് പാരായണം ചെയ്യുമ്പോൾ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, അതിൻ്റെ അനന്തരമായി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്ന പാഠങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വിശുദ്ധ ഖുർആനിൽ വളരെ കുറച്ച് മാത്രം ആവർത്തിക്കപ്പെട്ടിട്ടുള്ളൊരു പദവും നമ്മളുടെ ശ്രദ്ധയിൽപ്പെടും. വിശുദ്ധ ഖുർആനിലെ ആ ഭാഗത്തും മറ്റ് ചില ഇടങ്ങളിലും മാത്രം പറഞ്ഞിട്ടുള്ളൊരു പദം, ആ പദം എന്ന് പറയുന്നത് അൽ വഹൻ എന്നുള്ള പദമാണ്. ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മളെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ് വഹന് എന്നുള്ള പദം. വഹന് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മലയാള പരിഭാഷയിലൊക്കെ ദുർബലത, ദൗർബല്യം എന്നൊക്കെ പരിഭാഷ ചെയ്യപ്പെടുന്ന ഒരു പദമാണ്. തവഹന ത്വയർ, ഒരു പക്ഷിക്ക് വഹന് ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഉസ്കില മിൻ അക്കലിൽ ജിയഫി ഫലം യഖ്ദിറ അല നുഹൂൽ എന്നുള്ളതാണ്. ഒരു പക്ഷി അത് ചത്തുകിടക്കുന്നൊരു ജീവിയെ തിന്നുകയും എന്നിട്ട് അതിന് ഭാരമുണ്ടാവുകയും ചെയ്യുമ്പോൾ അതിന് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ എന്നുള്ളതാണ് ഭാഷാപരമായി അതിന് നൽകപ്പെട്ടിട്ടുള്ള അർത്ഥം. രണ്ട് തരത്തിൽ ഇത് ബാധിക്കാം. ഒന്ന്, ആ ശവം തിന്ന സമയത്ത് ആ ശവത്തിലുള്ള കീടാണുക്കൾ ഈ പക്ഷിയുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും അതിന് രോഗം വരികയും ചെയ്തത് മൂലം അതിന് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ. അതല്ലെങ്കിൽ ഒരുപാട് തിന്നതിന് ശേഷം വയറ് നിറഞ്ഞിട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ, മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത അശക്തമായ ദുർബലത ബാധിക്കുന്ന അവസ്ഥയാണ് ഈ പറയുന്നത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം ദുർബലത, അശക്തത എന്ന് പറയുന്നത് രണ്ട് രൂപത്തിൽ വരാം. ഒന്ന്, നമ്മളുടേതായ കുറ്റമല്ലാതെ ചിലപ്പോൾ വന്നേക്കാം. ഒരു പക്ഷിയുടെ കുറ്റമല്ല അത് തിന്നു എന്നുള്ളത്, അതിന് രോഗം ബാധിച്ചു എന്നുള്ളത്. അതേസമയം ഒരുപാട് തിന്നുക എന്നുള്ളതും ചിലപ്പോൾ അതൊരു തെറ്റായി അത് സ്വന്തം ചെയ്ത് അതിൻ്റെ ദൗർബല്യം അത് സ്വന്തം ഏറ്റെടുത്തതായി മാറാം. ഇങ്ങനെ രണ്ട് രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ദുർബലത, അശക്തി വന്നു പോയേക്കാം എന്നുള്ളതാണ് ആ പദം നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, തളർച്ച, പ്രചോദനമില്ലായ്മ,
നമുക്കൊന്നിനും ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത, ശരീരത്തിലെ ഒരു അവയവം പോലും ചലിപ്പിക്കുമ്പോൾ ഒരുപാട് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ, അത് നന്മകളിലും ഒരുപാട് ഇബാദത്തുകളിലും നമ്മൾ സമൂഹവുമായി ഇടപെടുന്ന മേഖലകളിലൊക്കെ നമുക്ക് ബാധിച്ചേക്കാം. ചില ഉജ്ജ്വലരായ പ്രബോധകന്മാരൊക്കെ ഒരുപാട് കാലം നമ്മളുടെ പള്ളിയും അതുപോലെ തന്നെ സംഘടനയും ആദർശത്തിനുമൊക്കെ വേണ്ടി ഓടി നടന്ന ചില പ്രവർത്തകന്മാർ, അവർ ചിലപ്പോൾ ഒരു അനുഭവത്തിൻ്റെ പേരിൽ ദുർബലത, അവർക്ക് വഹന് ബാധിക്കുന്നത് നമുക്ക് ചിലപ്പോഴൊക്കെ അനുഭവത്തിലുണ്ടാകും. സംഘടനാ പ്രശ്നങ്ങൾ, നേതാക്കൾക്കിടയിലെ സംഘട്ടനങ്ങൾ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും. അതുകൊണ്ട് എനിക്ക് മടുത്തു, ഒരിഞ്ച് പോലും ഈ മേഖലയിൽ മുന്നോട്ട് ഗമിക്കാൻ എൻ്റെ മനസ്സിനൊരു മോട്ടിവേഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ ചില നല്ല നല്ല പ്രബോധകന്മാരൊക്കെ പോകുന്നത് നമ്മളുടെ അനുഭവത്തിലുണ്ടാകും. ചിലപ്പോൾ ഒറ്റപ്പെടുത്തലുകളാകാം. പ്രവർത്തകർ അല്ലെങ്കിൽ കുടുംബക്കാർ ഒക്കെ ഒറ്റപ്പെടുത്തി, ഇനി ഈ മേഖലയിൽ ഞാൻ ഒറ്റപ്പെട്ടു കഴിഞ്ഞു, മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജസ്വലത എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുണ്ടാകാം. വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങളാകാം. ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട ചില ആളുകൾ, ചില യുവാക്കൾ, അവർക്ക് ജോലി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ ഉപജീവനത്തിലുള്ള മാർഗം കിട്ടിയില്ല. അപ്പോൾ അവർ ദഅവത്തിൽ നിന്ന് ഓടിപ്പോകും. എന്നിട്ട് അവർ പറയും, ദഅവത്തിന് വേണ്ടി ഒരുപാട് കാലം ഓടി നടന്നു, എൻ്റെ ഊർജ്ജമൊക്കെ ഞാൻ കളഞ്ഞു, എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്നുള്ള നമ്മളെ തളർത്തുന്ന ചില ചിന്തകളും അനുഭവങ്ങളും ഒക്കെ നമ്മളെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകും. ചില വിശ്വാസികൾക്കും അങ്ങനെ ഉണ്ടാകും പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ മരണമാകാം, നമ്മളെ കുട്ടിയുടെ മരണമാകാം, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, സ്വന്തത്തിൻ്റെ വിവാഹം നടക്കാതെ പ്രയാസവും മാനസിക പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. സ്വന്തം കുടുംബത്തിൽപ്പെട്ട മക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ഒക്കെ വിവാഹം നടക്കാത്തവരുണ്ടാകാം. ആഗ്രഹങ്ങൾ നടന്നില്ല, ഒരുപാട് ആഗ്രഹിച്ചു, പരിശ്രമിച്ചു, എന്നിട്ട് സ്വപ്നം കണ്ട ആ സ്വപ്നം നടന്നില്ല. ഇതൊക്കെ നമ്മളെ ഇബാദത്തുകളിൽ നിന്ന്, നന്മകളിൽ നിന്ന്, നിസ്കാരത്തിൽ നിന്ന്, നോമ്പിൽ നിന്നൊക്കെ മോട്ടിവേഷൻ ഇല്ലാതെയാക്കുന്ന, ദുർബലത വരുത്തുന്ന, തളർച്ച വരുത്തുന്ന ഒരു അവസ്ഥ ചിലപ്പോഴൊക്കെ നമുക്കുണ്ടായേക്കാം. ഇത് രണ്ട് രൂപത്തിൽ ഈ ഒരു തളർച്ച നമുക്കുണ്ടാകും. നമ്മളെ ശരീരം ചിലപ്പോൾ തളരാം, അതല്ലെങ്കിൽ നമ്മുടെ മാനസികമായി നമ്മൾ തളരുക എന്ന അവസ്ഥയുണ്ടാകും. വിശുദ്ധ ഖുർആൻ രണ്ടും നമുക്ക് എടുത്തു പറഞ്ഞു തരുന്നത് കാണാൻ സാധിക്കും. സക്കരിയ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന സൂറത്ത് മറിയമിലുണ്ട്. അവിടെ സക്കരിയ നബി പറയുന്നത് ഇതേ പദമാണ്. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല റഅസു ശൈബ. അല്ലാഹുവേ, എൻ്റെ റബ്ബേ, വഹനൽ അദ്മു മിന്നി, എൻ്റെ അസ്ഥിയൊക്കെ വഹനായിട്ടുണ്ട്, ദുർബലമായിട്ടുണ്ട്, തളർന്നിട്ടുണ്ട് എന്ന് സക്കരിയ നബി അലൈഹി ഇസ്ലാം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വിശുദ്ധ ഖുർആൻ ഉമ്മമാരെ പറ്റി പറഞ്ഞപ്പോൾ, ഉമ്മമാർക്കും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ. അവൻ്റെ ഉമ്മ അവനെ പ്രയാസത്തിന് മേൽ പ്രയാസം അനുഭവിച്ചിട്ടാണ് ഗർഭം ചുമന്ന് നടന്നത്. ഓരോ ഘട്ടം കഴിയുമ്പോഴും, പ്രഗ്നൻസിയുടെ ഓരോ ഘട്ടത്തിലും ഓരോ പ്രയാസവും ഉമ്മാക്ക് വരികയാണ്. ആ പ്രയാസങ്ങൾ അവളെ തളർത്താണ്. ആ തളർച്ചയുണ്ടായിട്ടും അവനെ കൊണ്ടു നടന്നു 9 മാസം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് ശാരീരികമായ തളർച്ചയാണ്. അതേസമയം നമുക്ക് ഒരു മെൻ്റൽ ബ്ലോക്ക് പോലെ മാനസികമായി തന്നെ പ്രചോദനമില്ലാത്ത അവസ്ഥയും ചിലപ്പോൾ ഉണ്ടാകാം. ചിലപ്പോൾ അത് ആ മാനസികമായി നമുക്ക് ആവേശം കിട്ടുന്ന അവസരവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അനുഭവങ്ങൾ അങ്ങനെയാണ് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബികളുടെയൊക്കെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട പദമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉഹദ് യുദ്ധത്തിന് മുമ്പ് നടന്ന ഒരു യുദ്ധമാണല്ലോ ബദർ യുദ്ധം. ആവേശോജ്ജലമായ ഒരുപാട് അനുഭവങ്ങളുണ്ടായ, സ്വഹാബികളൊക്കെ സന്തോഷിച്ച ഒരു യുദ്ധമാണത്. ആ യുദ്ധത്തിൽ മലക്കുകൾ തന്നെ നേരിട്ട് വന്ന് അതിൽ പങ്കാളിയാവുകയും വിശ്വാസികൾ അത് കണ്ട് കൺകുളിർമ അവർക്കുണ്ടാവുകയും ചെയ്തതൊക്കെ ആയിക്കൊണ്ട് നമുക്ക് അറിയാം. ജിഹാദിനുള്ള ആവേശം ഏറ്റവും ഉത്തുംഗതയിലെത്തിയ ഒരു അനുഭവമാണ് ബദറിൽ നമ്മൾ കാണുന്നത് എങ്കിൽ, ഉഹദിൽ നമ്മൾ കാണുന്നത് സ്വഹാബികളിൽ ചിലരെങ്കിലും തിരിഞ്ഞോടുന്ന, പ്രചോദനം മുഴുവൻ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് ചിലരെങ്കിലും മാറിപ്പോയ അനുഭവമാണ് നമ്മൾ ഉഹദ് യുദ്ധത്തിൽ കാണുന്നത്. ജിഹാദിനോടുള്ള ആവേശം അവർക്ക് കെട്ടു എന്നുള്ളതാണ്. അല്ലാതെ അവർ ദുർബലരായിട്ടല്ല, പേടിച്ചിട്ടല്ല അവർ ഓടിയത്. എത്രയോ കാലങ്ങളായി യുദ്ധങ്ങളിൽ പങ്കെടുത്ത, മുസ്ലിങ്ങളല്ലാത്ത കാലത്ത് തന്നെ ഗോത്രങ്ങളുടെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത വീരന്മാരും ധീരന്മാരുമായിരുന്നു അവർ.
അവർ പേടിച്ചിട്ടല്ല തിരിച്ചോടിയത്. നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും സ്വഹാബികൾ പേടിച്ച് തിരിഞ്ഞു ഓടിയോ എന്ന്. അല്ല, അവർക്ക് മോട്ടിവേഷൻ നശിച്ചു. അവർ എന്തിനാണ് ജിഹാദ് ചെയ്യുന്നത്, ജിഹാദ് ചെയ്യാനുള്ള ആ പർപ്പസ് നൈമിഷികമായെങ്കിലും കാണാത്ത അവസ്ഥ അവരുടെ മനസ്സിൽ വന്നു. എന്തിന് ഞാൻ ഇനി ചെയ്യണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്നാണ് പറയുന്നത്, ഞങ്ങളുടെ നബി മരിച്ചു, ഞങ്ങളുടെ നേതാവ് മരിച്ചു, ഇനി എന്തിന് ജിഹാദ് ചെയ്യണം? മനസ്സിന് ആ മടുപ്പ് വരികയാണ്, അല്ലാതെ പേടിയോ ദുർബലതയോ അല്ല നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഖുർആൻ ആ വ്യക്തികളോട് പറഞ്ഞത് വലാ തഹിനു വലാ തഹ്സനു എന്നാണ്. നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ ഭീരുക്കളാകരുത് എന്നല്ല പറഞ്ഞത്. വലാ തഹിനു വലാ തഹ്സനു, അവിടെയും ആ പദം ആവർത്തിക്കപ്പെടാണ്. തഹിനു വഹന് എന്നുള്ള പദം. നിങ്ങൾ ദുർബലരാകരുത്, നിങ്ങൾ മോട്ടിവേഷൻ ഇല്ലാത്തവരാകരുത്, നിങ്ങൾക്ക് ആവേശമില്ലാതെയാവരുത്. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യരുത്. അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഈമാനുള്ളവരാണെങ്കിൽ അവർക്ക് എപ്പോഴും പ്രചോദനം നൽകുന്ന കാര്യം അതുണ്ടായിക്കൊണ്ടിരിക്കണം. തളർച്ച ഏതെങ്കിലും ഒരു നൈമിഷികമായ ഘട്ടത്തിൽ വന്നാൽ, ദുഃഖം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വന്നാൽ അതിനെ മറികടക്കാനും ആവേശത്തോടെ തിരിച്ചു വരാനും ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. കാരണം വിശ്വാസിയാണ് ഈ ലോകത്ത് ഏറ്റവും ഉന്നതൻ. അവനൊരിക്കലും തളർന്ന് ഒരു ഭാഗത്തിരിക്കേണ്ടവനല്ല. എന്നിട്ട് അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ അതിനുള്ള ആ മോട്ടിവേഷനുള്ള കാരണവും കൂടി വിശ്വാസികളോട് സൂചിപ്പിക്കുകയാണ്. ഈ യംസസ്കും കറഹുൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ദുരന്തം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, മുറിവുകൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഫഖദ് മസ്സൽ ഖൗമു കർഹം മിസ്ലുഹു, അവർക്കും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന അവിശ്വാസികൾക്കും മുറിവ് ബാധിച്ചിട്ടുണ്ട്. ആ മുറിവ് എന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് കർഹ് എന്നുള്ളതാണ്. ജർഹ് എന്നുള്ള ചെറിയ മുറിവിന് അപ്പുറം കർഹ് എന്നുള്ള വലിയ മുറിവ്, അഗാധമായ മുറിവിനെ സൂചിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കർഹ് എന്നുള്ള പദം ഉപയോഗിച്ചു. എന്നിട്ട് അല്ലാഹ് പറയാണ്, നിങ്ങൾക്ക് അഗാധമായ മുറിവ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളായ ആളുകൾ, നിങ്ങളോട് യുദ്ധം ചെയ്തവർക്കും മുറിവ് ബാധിച്ചിട്ടുണ്ട്. ഈ ജീവിതമെന്ന് പറയുന്നത് ഇതുപോലെയാണ്. വത്തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, വിജയങ്ങളും പരാജയങ്ങളും എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ അല്ലാഹു മാറ്റിമറിച്ചു കൊണ്ടേയിരിക്കും. ഒരിക്കൽ നമുക്ക് വിജയമാണെങ്കിൽ മറ്റൊരിക്കൽ നമുക്ക് പരാജയമായിരിക്കും ഉണ്ടാകുക. നമ്മൾക്ക് സുഖമുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ദുഃഖവും ഉണ്ടാകും. നമ്മൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ആയാസരാഹിത്യവും ഉണ്ടാകും. ഇത് രണ്ടും കൂട്ടിക്കലർത്തി അള്ളാഹു എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. എന്തിനാണ്? വലിയ അലമുല്ലാഹുല്ലദീന ആമനു വയത്തഖിദ മിൻകും ശുഹദാ, നിങ്ങളിൽ വിശ്വാസികൾ ആരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ അറിയാൻ വേണ്ടി, അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ശുഹദാക്കളെ, രക്തസാക്ഷികളെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവർക്ക് വിജയം കൊടുത്തത് അവരോടുള്ള ഇഷ്ടം കൊണ്ടോ അവരുടെ നിലപാടുകൾ നന്നായതുകൊണ്ടോ, നിങ്ങൾക്ക് പരാജയം നൽകിയത് നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടൊന്നുമല്ല. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പേരിൽ തന്നെ പരീക്ഷിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരാണ്. അപ്പം അള്ളാഹിൻ്റെ ഒരു സുന്നത്ത്, അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുക, ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറി മാറി വരിക എന്നുള്ളത്. വത്തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, നമ്മുടെ മനസ്സിൽ നമ്മളെപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു ആയത്താണിത്. വത്തിൽക്കൽ അയ്യാം നുദാവിലുഹാ ബൈനന്നാസ്, ജയപരാജയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിമറിച്ചു കൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ ഇത് അള്ളാഹുവിൻ്റെ റസൂൽ അനുഭവത്തിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹദീസ് നിങ്ങൾ നോക്ക്, കാനത്ത് ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാഖത്തുൻ തുസമ്മ അൽ അദ്ബാ, അള്ളാഹിൻ്റെ റസൂലിന് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. ആ ഒട്ടകത്തിൻ്റെ പേര് അദ്ബാ എന്നായിരുന്നു. ആ ഒട്ടകത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലാ തുസ്ബക്, ഒരിക്കലും അതിനെ ഓട്ട മത്സരത്തിൽ വെട്ടിക്കാൻ മറ്റു ഒട്ടകങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ സ്വഹാബികളൊക്കെ വിചാരിച്ചിരുന്നത് പ്രവാചകൻ എന്തോ ഒരു പ്രത്യേകത കൊണ്ട് ഈ ഒട്ടകത്തിന് എപ്പോഴും ജയിക്കാൻ കഴിയുകയാണ്. അപ്പോൾ ഈ ഒട്ടകത്തെ അവർ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഫജാ അറാബിയുൻ അലാ ഖുഊദിൻ ഫസബഖഹു സബഖഹ, അങ്ങനെ ഇരിക്കെ ഒരു അറാബി, ഒരു ഗ്രാമീണനായ അറബി വന്നിട്ട് അയാളുടെ ഒട്ടകവുമായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകവുമായിട്ട് മത്സരം നടത്തി. അപ്പോൾ സ്വഹാബികൾ, അള്ളാഹിൻ്റെ റസൂലൊക്കെ ഇത്തരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നുകൂടി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഓട്ട മത്സരം നടത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം അദ്ബാ പരാജയപ്പെട്ടു, അറാബിയുടെ ഒട്ടകം വിജയിച്ചു. ഫശഖ അലൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ വളരെ പ്രയാസം തോന്നി, മനസ്സിന് വല്ലാത്ത വിഷമം. ഫലമ്മാ റഅ ഫീ വുജൂഹിഹിം, അള്ളാഹുവിൻ്റെ റസൂൽ അവരുടെ മുഖത്ത് ഈ പ്രയാസം കണ്ടപ്പോൾ എന്താണ് എന്ന് ആരാഞ്ഞു. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് സുബിഖത്തിൽ അദ്ബാ, താങ്കളുടെ ഈ അദ്ബാ എന്ന് പറയുന്ന ഒട്ടകം അത് പരാജയപ്പെട്ടില്ല, അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു പാഠം പഠിപ്പിച്ചു തരാണ്.
അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബികൾക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഫിലോസഫി പഠിപ്പിച്ചു തരാണ്. ഇന്ന ഹക്കൻ അലല്ലാഹി അല്ലാ യർതഫിഅ മിന ദുനിയ ശൈഉൻ ഇല്ലാ വദഅഹു. ഈ ദുനിയാവിൽ നിന്ന് എന്തൊന്ന് ഔന്നിത്യം പ്രാപിക്കുന്നുണ്ടോ, എന്തൊന്ന് ഉയർന്നു വരുന്നുണ്ടോ അതിനെ താഴ്ത്തുക എന്നുള്ളത് അള്ളാഹിൻ്റെ സുന്നത്താണ്. ഈ ലോകത്തൊന്നും അനശ്വരമായ വിജയം പ്രാപിക്കുകയില്ല. അതൊക്കെ പരലോകത്താണ്. അനശ്വരമായ വിജയവും സന്തോഷമൊക്കെ പരലോകത്താണ് കിട്ടുക. ഈ ദുനിയാവിൽ എന്തൊന്ന് വളർന്നിട്ടുണ്ടോ, എന്തൊന്ന് പുഷ്ടിച്ചിട്ടുണ്ടോ, എന്തൊന്ന് വിജയം കൈവരിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഒരു പരാജയം, ഒരു താഴ്ചയും ഒരു തളർച്ചയും ഉണ്ടാകും. നമ്മളെ ജീവിതം മുഴുവൻ അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അങ്ങനെയാണ്. പെർമനന്റ് വിക്ടറി എന്ന് പറയുന്ന ഇത് ഈ ലോകത്തില്ല. എപ്പോഴും നിലനിൽക്കുന്ന വിജയം നമുക്കില്ല എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ എഴുതി വെക്കണം. എപ്പോഴും സന്തോഷകരമായ അനുഭവങ്ങൾ മാത്രം നമുക്ക് കിട്ടും എന്ന് നമ്മൾ വിചാരിക്കരുത്. എപ്പോഴും നമ്മൾ വിചാരിച്ചത് തന്നെ നമ്മളുടെ പ്ലാൻ എപ്പോഴും വിജയിക്കും എന്ന് നമ്മുടെ മനസ്സിലുണ്ടാകരുത്. നമ്മളുടെ എല്ലാ മക്കളും പ്രതീക്ഷിച്ചതുപോലെ വളരുമെന്നും ഉയരുമെന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ വിചാരിച്ച ജോലി തന്നെ നമുക്ക് കിട്ടിക്കൊള്ളണം എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിൽ വിചാരിക്കരുത്. എപ്പോഴും നമ്മൾ വോട്ട് ചെയ്ത, നമ്മളോട് കരുണയുള്ള പാർട്ടിയും നേതാക്കന്മാരും നമ്മളുടെ ഭരണകർത്താക്കളായി കൊണ്ടുവരും എന്ന് നമ്മൾ വിചാരിക്കരുത്. എപ്പോഴും നമ്മളുടെ കച്ചവടം ലാഭം കൊയ്യും എന്ന ചിന്ത നമുക്കുണ്ടാകരുത്. എപ്പോഴും ഞാൻ എഴുതിയ പരീക്ഷയിൽ ഞാൻ ജയിക്കും, അല്ലെങ്കിൽ എനിക്ക് വിചാരിച്ച മാർക്ക് കിട്ടും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ജീവിതം എന്ന് പറഞ്ഞാൽ ജയപരാജയങ്ങളുടെ നിന്നോന്നതികൾ കൊണ്ട് നിറഞ്ഞതാണ്. എപ്പോഴും നമ്മൾ പരാജയപ്പെടാം, എപ്പോഴും നമ്മൾക്ക് നഷ്ടമുണ്ടാകാം. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നവർ നമ്മൾ വിട്ടുപോകാം. ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും സന്തോഷവും വിജയവും നിലനിൽക്കില്ല എന്നുള്ള പാഠമാണ് യഥാർത്ഥത്തിൽ ഉഹദ് യുദ്ധത്തിലൂടെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അൽബ എന്ന് പറയുന്ന ഒട്ടകത്തിൻ്റെയും കഥയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ ഒരിക്കലും അതിരുകവിയരുത്. സന്തോഷം ഉണ്ടാകുമ്പോൾ, വിജയം ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ മറന്നുകൊണ്ട്, ഹറാമ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഉണ്ടാവരുത്. കാരണം പരാജയം തൊട്ടുടനെ നമ്മളെ ജീവിതത്തിലേക്ക് വന്നേക്കാം. നമ്മളുടെ ഒരു ശത്രു പരാജിതനായ ശത്രുവാണെങ്കിൽ പോലും അവൻ്റെ മുമ്പിൽ സംയമനത്തോടുകൂടി പെരുമാറാൻ നമുക്ക് സാധിക്കണം. ഇപ്പം രാഷ്ട്രീയമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലൊക്കെ, നമ്മൾ വിചാരിച്ച രാഷ്ട്രീയക്കാരൊക്കെ ജയിച്ചപ്പോൾ ചില ആളുകളുടെ സംസാരവും അവരുടെ പെരുമാറ്റമൊക്കെ വളരെ മോശമായ രൂപത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കാണുകയാണ്. ഇത് ജീവിതത്തിൻ്റെ മിക്ക മേഖലകളിലും, രാഷ്ട്രീയത്തിൽ മാത്രമല്ല. നമ്മൾ പരാജയപ്പെടുത്തിയ ഒരു ശത്രുവാണെങ്കിൽ പോലും അയാളോട് സംയമനത്തോടു കൂടി പെരുമാറുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. കാരണം നാളെ അയാൾ നമ്മളുടെ മുകളിൽ വന്നാൽ നമ്മൾ കാണിച്ച മാന്യത അയാൾ നമ്മളോട് കാണിച്ചേക്കാം. ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. വലാ തഫ്റഹു ബിമാ ആതാക്കും, നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങൾ അമിതമായി സന്തോഷ പ്രകടനങ്ങൾ നടത്തരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. പോയതിൽ അമിതമായി ദുഃഖിക്കുകയും ചെയ്യരുത്. രണ്ടും ഒരു വിശ്വാസിക്കില്ല. മിതത്വമാണ് ഒരു വിശ്വാസിക്ക് മറ്റുള്ളവരോട്, സമൂഹത്തോടുള്ള പെരുമാറ്റത്തിൽ ഉണ്ടാകേണ്ടത്. സർവോപരി തളർച്ച നമുക്കുണ്ടാവാൻ പാടില്ല, ആവേശച്ചോർച്ച നമുക്ക് വരാൻ പാടില്ല, നൈരാശ്യം നമുക്ക് പിടിക്കാൻ പാടില്ല. ഒരു പരീക്ഷ തോറ്റോ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ എന്തോ ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് സാധിക്കണം. ഉഹദ് യുദ്ധത്തിൽ നിങ്ങൾ നോക്ക്, അള്ളാഹിൻ്റെ റസൂലിനെ എത്രയോ സ്നേഹിച്ച മുഹമ്മദ് നബിയുടെ ആ സാന്നിധ്യത്തെ എത്രയോ ഇഷ്ടപ്പെട്ട സ്വഹാബികൾ അവരവിടെ ചോർന്നുപോയി അവരുടെ ആവേശം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ അവരോട് പറയാണ്, വലിയുമഹ്സില്ലാഹുല്ലദീന ആമനു വയംഹഖൽ കാഫിരീൻ. അള്ളാഹു ഇത് ചെയ്തിട്ടുള്ളത് നിങ്ങളിൽ ആരാണ് വിശ്വാസിയെന്ന് കൃത്യമായി ശുദ്ധീകരിക്കാൻ വേണ്ടി, സമൂഹത്തിൽ ആരൊക്കെയാണ് ഈമാൻ നിറഞ്ഞവരെന്ന് കൃത്യമായി കാണാൻ വേണ്ടിയാണ് അള്ളാഹു ഇത് ചെയ്തത്. എന്നിട്ട് അള്ളാഹ് തുടർന്ന് പറയാണ്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമുല്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമു സ്വാബിരീൻ. നിങ്ങളിൽ ക്ഷമയുള്ളവരാരാണ് എന്ന് നോക്കാതെ നിങ്ങൾക്ക് അങ്ങോട്ട് സ്വർഗത്തിൽ കടക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹിൻ്റെ റസൂല് പരാജയം ഉണ്ടാകുമ്പോഴും, ദുഃഖമുണ്ടാകുമ്പോഴും, സന്തോഷം ഉണ്ടാകുമ്പോഴും, ജയമുണ്ടാകുമ്പോഴും ഒക്കെയും അൽഹംദുലില്ലാ പറഞ്ഞിരുന്നു. മരണം സംഭവിച്ച ആദ്യം പറയേണ്ടത് നമ്മൾ വിചാരം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. അല്ല, അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചത് ഒരാൾ മരിച്ചത് കേട്ടാൽ അല്ലെങ്കിൽ ദുഃഖവാർത്ത കേട്ടാൽ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാ എന്നാണ്. ഇത് ചില അറബികളുമായിട്ടൊക്കെ പരിചയമുള്ളവർക്കത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ നാട്ടിൽ മരണം കേട്ട അൽഹംദുലില്ലാ പറയുന്ന ഒരു സമ്പ്രദായമില്ല. പക്ഷെ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഹമിദല്ലാ, അള്ളാഹുവിനെ ഹംദ് ചൊല്ലി വസ്തർജ, എന്നിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ
അള്ളാഹു അവന് സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഹംദ് ചൊല്ലിയവർക്കുള്ള വീടുണ്ടാക്കി കൊടുക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ ദുഃഖം ഉണ്ടാവുമ്പോഴും പറയേണ്ട വാചകമാണ് അൽഹംദുലില്ലാ. സന്തോഷം ഉണ്ടാകുമ്പോൾ മാത്രമല്ല. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിജയം കാണുമ്പോൾ അള്ളാഹിൻ്റെ സഹായം നമ്മൾ കാണാണ്. നമുക്ക് വിജയം ഉണ്ടാകുമ്പോൾ, സന്തോഷം ഉണ്ടാകുമ്പോൾ അള്ളാഹിൻ്റെ സഹായം നമ്മൾ കാണുന്നുണ്ട്. കണ്ടത് വിശ്വസിക്കാൻ ഏതൊരു മനുഷ്യനും സാധിക്കും. പക്ഷെ പരാജയം ഉണ്ടാകുമ്പോൾ, ദുഃഖമുണ്ടാകുമ്പോൾ, പരീക്ഷ ഉണ്ടാകുമ്പോൾ അള്ളാഹിൻ്റെ സഹായം എവിടെ? അള്ളാഹിൻ്റെ പ്ലാൻ എവിടെ? അള്ളാഹുവിൻ്റെ കാരുണ്യം എവിടെ? അത് കാണുന്നില്ല. കാണാത്ത സമയത്തും അള്ളാഹുവിൻ്റെ പ്ലാനിലും കാരുണ്യത്തിലും വിശ്വസിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. അതാണ് ഖുർആനിലെ 2-ാമത്തെ അധ്യായത്തിൽ തന്നെ വിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. കാണാത്തതിൽ വിശ്വസിക്കുന്നവരാണ് വിശ്വാസി. അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവനാണ് വിശ്വാസി. അള്ളാഹിൻ്റെ പ്ലാൻ അവിടെയുണ്ട്, അള്ളാഹിൻ്റെ വിജയം അവിടെ ഉണ്ട്, അള്ളാഹു എന്നോടുള്ള കാരുണ്യം അവിടെയുണ്ട്, എന്നോട് അള്ളാഹ്ക്കുള്ള സ്നേഹം അവിടെയുണ്ട്. എൻ്റെ ജീവിതത്തിൽ മരണങ്ങളാണോ, എൻ്റെ ജീവിതത്തിൽ പട്ടിണിയാണോ, എൻ്റെ സ്വപ്നങ്ങൾ നശിച്ചതാണോ ഞാൻ കാണുന്നത്? സാരമില്ല, അള്ളാഹിൻ്റെ സ്നേഹം അവിടെയുണ്ട് എന്ന് കാണാത്ത സമയത്തും ചിന്തിക്കാൻ കഴിയുന്നവനാണ് വിശ്വാസി എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം, കാണാത്തതിലും വിശ്വസിക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യവും സ്നേഹവും ആ സന്ദർഭത്തിലും വിശ്വസിക്കാൻ. ജീവിതമെന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ തിരിച്ചറിയുന്നവർക്കാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സുന്നത്ത്, ഈ പ്രപഞ്ചത്തിൽ, ഈ ജീവിതത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സുന്നത്ത് എന്താണ്, അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്താണ് എന്ന് മനസ്സിലായിട്ടുള്ളൂ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉഹദ് യുദ്ധത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഉഹദ് യുദ്ധത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പാഠതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസികളിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, സൂറത്തു ആൽ ഇംറാനിലെ 139 തുടങ്ങി 148 വരെയുള്ള ആയത്തുകൾ, ആ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, വളരെ ഹൃദയസ്പർശിയായ, ജീവിതസ്പർശിയായ വാചകങ്ങളിലൂടെ, പാഠങ്ങളിലൂടെ അള്ളാഹു പോകുമ്പോൾ അവിടെ 146-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മഅഹു റിബ്ബിയൂന കസീർ. ഇത് മുഹമ്മദ് നബിക്ക് മാത്രമല്ല ബാധകം, നിങ്ങൾക്ക് മാത്രം, സ്വഹാബികളെ നിങ്ങൾക്ക് മാത്രമല്ല ബാധകം. നിങ്ങൾക്ക് മുമ്പ് എത്രയോ മനുഷ്യന്മാർ, നബിമാർ കടന്നുപോയി, അവരോടൊപ്പം എത്രയോ സജ്ജനങ്ങൾ യുദ്ധം ചെയ്തു. ഫമ വഹനു ലിമാ അസ്വാബഹും ഫീ സബീലില്ലാഹ്. അവിടെയും ആ വാചകം വരികയാണ്, വഹന് എന്നുള്ള പദം. അവരെയൊന്നും വഹന് ബാധിച്ചില്ല. അള്ളാഹിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പ്രബോധകനാകാം, ഒരു വിശ്വാസിയാകാം, നല്ലൊരു കുടുംബനാഥനാകാം, നല്ല ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനാകാം. ഈ മാർഗത്തിൽ പോകുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖകരമായ ജീവിതം കിട്ടുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. ആ മാർഗത്തിൽ ചലിക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ വമ വഹനു, നിങ്ങളുടെ മോട്ടിവേഷൻ പോകാൻ പാടില്ല, നിങ്ങൾക്ക് തളർച്ച ബാധിക്കാൻ പാടില്ല, വഹന് നിങ്ങളെ ബാധിക്കാൻ പാടില്ല. വമാ ളഅഫു, നിങ്ങൾ ദുർബലരായി പോകാൻ പാടില്ല. വമസ്തകാനു, നിങ്ങൾ നിഷ്ക്രിയരായി നിൽക്കാൻ പാടില്ല. ഇനി ഒന്നിനും ഞാൻ ഇല്ല, ഇനി ഒന്നും ഞാൻ ചെയ്യാനില്ല എന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത്. വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ, ക്ഷമിച്ച് മുന്നോട്ട് ഗമിക്കുന്നവരായിക്കൊണ്ട് ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വമാ കാന ഖൗലുഹും ഇല്ലാ അൻ ഖാലു, മുൻ സജ്ജനങ്ങളായ മനുഷ്യന്മാർ, അവർക്ക് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അവരെന്താ പറഞ്ഞത്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് മോശമായ ചിന്ത നിന്നെപ്പറ്റി വന്നിട്ടുണ്ട് എങ്കിൽ, അള്ളാഹിനെ പറ്റി, ദീനിനെ പറ്റി, മതത്തെപ്പറ്റി, സംസ്കാരത്തെ പറ്റിയൊക്കെ നമുക്ക് മോശമായ ചിന്ത ചിലപ്പോൾ വരും. നമുക്കെതിരായി അനുഭവങ്ങൾ വരുമ്പോൾ ആ സമയത്ത് അത്തരം ചിന്തകൾ, ദുശ്ചിന്തകൾ, പാപങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരണേ. വ ഇസ്രാഫിന ഫി അംരിന, ഞങ്ങൾ അമിതമായി എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും അതിര് കവിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ അതും ഞങ്ങൾക്ക് പുറത്തു തരണേ. വസബ്ബിത്ത് അഖദാമന, ഞങ്ങളുടെ കാലുകളെ നീ ഉറപ്പിച്ചു നിർത്തണേ, ഞങ്ങളുടെ കാലുകളെ നീ ഉറപ്പിച്ചു നിർത്തണേ. വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, കാഫിറുകൾക്കെതിരായി ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണേ എന്ന് അവർ പ്രാർത്ഥിച്ചു എന്നാണ് അള്ളാഹ് പറയാണ്. ഫഅതാഹുമുല്ലാഹു സവാബദ് ദുനിയ വഹുസ്നു സവാബൽ ആഖിറ, അങ്ങനെ പ്രാർത്ഥിച്ചവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പ്രതിഫലം കൊടുത്തു. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇങ്ങോട്ട് പ്രയാസം ഉണ്ടാകുമ്പോഴും അങ്ങോട്ട് നന്മ ചെയ്യുന്ന, പ്രയാസം വരുത്താത്ത മനുഷ്യന്മാർ, അങ്ങനെയാണ്
നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ ചുറ്റുപാടുമുള്ളവർക്കും പ്രയാസം നൽകാതെ നമുക്ക് പ്രയാസമുള്ള സമയത്തും നമ്മളുടെ മക്കളും കുടുംബവും സമൂഹവും പ്രബോധന മേഖലയും ആദർശവും സംഘടനയും ദീനുമൊക്കെ നമ്മളിൽ നിന്ന് നന്മ ലഭിക്കുന്ന രൂപത്തിലായി മാറുന്നുണ്ട് എങ്കിൽ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞുതരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം, ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബന ഗഫിർ ലനാ ദുനൂബന വ ഇസ്റാഫിന ഫി അംരിന വസബ്ബിത് അഖദാമന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ എന്ന് പറയുന്ന പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, മോട്ടിവേഷൻ ഇല്ലാതെയാകുമ്പോൾ, കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ നമുക്ക് നമ്മളുടെ ശരീരം അനുവദിക്കാത്ത, മനസ്സനുവദിക്കാത്ത അവസ്ഥ വരുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പഠിച്ച് നിലപാടുകൾ സ്വീകരിച്ച് ജീവിക്കുന്ന വിശ്വാസികൾ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബർക്കത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട നിർമ്മാണവും പരിപാലനവുമായി ബന്ധപ്പെട്ട് സഹായിച്ച സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെല്ലാം അള്ളാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി, സ്വർഗത്തിൽ അള്ളാഹു ഒരു ഭവനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.